അപ്പോൾ ഇവിടുന്ന് ഷാർജക്കാണ് പോണത്. അൽഗുബൈബ മെറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ, ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റേഷൻ. ഷാർജക്കുള്ള ഫെറിയാണിത്. ഹാഫ് ആൻ അവർ എടുക്കും ഇവിടുന്ന് ഷാർജ എത്താൻ. മ്യൂസിയത്തിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഷാർജ അക്വേറിയം. ഓക്കെ, അപ്പോൾ ഷാർജ അക്വേറിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഓക്കെ, ഷാർജ മ്യൂസിയവും അക്വേറിയം കൂടെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നമുക്ക് മൊത്തം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ കിട്ടും. ഓക്കെ, പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പറ്റിയ ഒരു ഔട്ടിംഗ് ആണ്. How is the and the ambience is actually really good. Yeah, this place is fantastic. ഇതൊരു ടണലാണ്, രണ്ട് സൈഡിലും അക്വേറിയായിട്ട്. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഓക്കെ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ആക്ച്വലി സെക്യൂരിറ്റി. അപ്പം വരുമ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ ലീവ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അപ്പോൾ അക്വേറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതാണ് കോഫി ഷോപ്പ്. ഞാൻ പിന്നെയും പറയാം, ആക്ച്വലി സെക്യൂരിറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ, തേഴ്സ്ഡേ ഈവനിങ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അവിടെ ഫുള്ളായിരിക്കും, ഫുൾ റഷ് ആയിരിക്കും. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്, അപ്പോൾ രാവിലെ 11 മണിക്കാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ഫ്രീ ആണ്. ഞങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 dirhams ആണ് പെർ ഹെഡ്. ഓക്കെ, അക്വേറിയവും മ്യൂസിയവും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് ഇത്, ആക്ച്വലി മാരിടൈം മ്യൂസിയത്തിൻ്റെ. شكرا بنوي على الزيارة، وإن شاء الله تكون استمتعت، ونشوفكم مرة ثانية. Thank you very much. Thanks a lot. We hope to see you again. അപ്പോൾ രണ്ട് ബിൽഡിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഷാർജ അക്വേറിയം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ഷാർജ മ്യൂസിയം. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പം ഈ സമ്മർ സീസൺ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്കൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഷാർജയിൽ നിന്ന് തിരിച്ച് അൽഗുബൈബ എത്തി.